അപ്പുറത്തിരിക്കുന്നു. ഇത് പഴയതല്ലേ? അപ്പോൾ വള്ളംകളി പ്രേമിയുടെ അടുത്താണ് നമ്മൾ എത്തിയത്. 2 വള്ളങ്ങളാണുള്ളത്. ഇത് പുതിയ വള്ളം. ഇത് 3 വർഷമേ ആയുള്ളൂ ഇറക്കിയിട്ട്. ഇത് ഒരു 60 വർഷത്തിന് മേളിലുണ്ട്. അത് ശരി. കാരണവന്മാരായിട്ട് വാങ്ങി വെച്ച അല്ലേ, അവരുടെ ഒരു വള്ളംകളി പ്രേമമാണ് ഈ രീതിയിലോട്ട് ചേട്ടായും കൂടി എത്തിയത് അല്ലേ? അപ്പത്തെ ഇതാണ് തണ്ടല്ലേ, തല. പഴയ വള്ളത്തിന്റെ തലയാണ്. ഇത് പുതിയ വള്ളത്തിന്റെ തല. അപ്പത്തെ ഇതാണ് ആ വലിയ വള്ളപ്പുര. ഇത് ഇത്ര ക്ലിയർ ആയിട്ട് സംരക്ഷിച്ചു പോകുന്ന ചേട്ടായിനെ സമ്മതിക്കണം. അതുപോലെ തന്നെ ഇത് പോകുന്ന വഴികളിലെല്ലാം വിജയം മാത്രം കൊയ്തിട്ടുള്ള വള്ളങ്ങളാണ് അല്ലേ? തീർച്ചയായിട്ടും അതൊരു വലിയ ദൈവാനുഗ്രഹം തന്നെയാണ് അല്ലേ? നമ്മൾ പോകുന്നിടത്ത് നമ്മളെ ഇതായിട്ട് എടുത്തോണ്ട് പോകുന്നവർക്കും അതെ പല വള്ളപ്പുരകളിലും ഞാൻ പോയിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഇത് ഒരു ചങ്ക് പോലെ കൊണ്ടു നടക്കുന്ന, നമ്മുടെ ഹൃദയം ഇല്ലെങ്കിൽ നമുക്കൊന്നുമില്ലല്ലോ, അതുപോലെ കൊണ്ടു നടക്കുന്ന ഒരു വള്ളപ്പുര കാണുന്ന ആദ്യമായിട്ടാണ്. പഴയ പങ്കായ അല്ലേ? ഇതാണ് അമരത്ത് നിൽക്കുന്നവരുടെ പങ്കായം. അമരത്ത് നിൽക്കുന്നവരുടെ പങ്കായമാണിത്. ഇതാണ് ഗതി നിയന്ത്രിക്കുന്നത്. ഈ പങ്കായം വെച്ചാണ് നമ്മുടെ വള്ളത്തിന്റെ ഗതി നിയന്ത്രിക്കുന്നത്.